dear friends. ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം നമ്മളൊരു ഡയറ്റിന്റെ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഡയറ്റ് പ്ലാൻ GM ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബ്യൂട്ടി ടിപ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് സ്ക്രബാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് സ്ക്രബാണ്. എസ്പെഷ്യലി വിന്റർ സീസൺ ഒക്കെ ആയില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്ന് തന്നെ പറയാം. നമ്മുടെ മുഖത്ത് പിമ്പിൾസിന്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണ്. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നില്ലേ, അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ പോസ്റ്റിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ വൈറ്റനിങ് സ്ക്രബ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഫിയാണ്. അപ്പോൾ ഗ്രൗണ്ടഡ് കോഫി ആണെന്നുണ്ടെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ അതുപോലത്തെ കട്ടയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. 5 ടേബിൾ സ്പൂണോളം കോഫിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ഉള്ളത്. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം കോഫി എടുക്കാം. മിക്കവർക്കും മടിയാണ് കോഫിയൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. മടി മാത്രമല്ല, പേടിയാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിത് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു തരത്തിൽ അലർജി ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ചാനലിൽ തന്നെ കോഫി കൊണ്ടുള്ള ഫേഷ്യലും അതുപോലെ വേറൊരു ടൈപ്പ് ബോഡി സ്ക്രബൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ടും പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ട്രൈ ചെയ്തിട്ടും അവർ നല്ല റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കോഫി യൂസ് ചെയ്താലൊന്നും നമുക്ക് ഒരു തരത്തിലും അലർജിയോ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം കോഫി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ഗ്രീൻ ടീയുടെ ബാഗ് പൊട്ടിച്ചിട്ട് അതിലുള്ള ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് ഇത് രണ്ടും കൂടിയും നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗ്രീൻ ടീം അതുപോലെ തന്നെ സ്കിന്നിന് ബെസ്റ്റാണ് കേട്ടോ. നമ്മളെ മുഖത്ത് കുരുക്കളുണ്ടെങ്കിൽ അതുപോലെ ഓപ്പൺ പോഴ്സ്, ചെറിയ ചെറിയ ഹോൾസ് പോലെ മുഖത്ത് വരില്ലേ, ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതൽ കാണാം. അതൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ വെച്ചിട്ട് എങ്ങനെ ഒരു ടോണർ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ ടീയും കോഫിയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കുമ്പോഴാണ്. നിങ്ങളിപ്പോൾ ഗ്രൗണ്ടഡ് കോഫിയാണ് ഉള്ളത്, അതായത് ഫൈൻ പൗഡർ ആയിട്ടുള്ള കോഫി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ, കാപ്പിപ്പൊടി. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ഓയിൽ എത്രത്തോളം നമ്മളുടെ സ്കിന്നിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഇ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിൽ ആഡ് ചെയ്യാം. നമ്മളുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് നല്ലതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ നമ്മളുടെ സ്ക്രബിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കാം. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ 4 വൈറ്റമിൻ ഇ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ സ്ക്രബിന് നല്ലൊരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല്, 1 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുഖത്തിട്ട് കഴിയുമ്പോഴേ നമ്മളുടെ ഫേസിൽ ഭയങ്കര ഹാർഷായിട്ട് സ്ക്രബിങ് എഫക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലോവേര ജെല്ലും തേനും ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് ഡാമേജ് ആയി പോവും. അതുകൊണ്ട് ഒരു മോയ്സ്ചറൈസേഷനും ഒരു എക്സ്ട്രാ ഗ്ലോ നമ്മളുടെ സ്കിന്നിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതൊന്നൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കേടായി പോവും. 1 മാസത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 4 വട്ടം അല്ലെങ്കിൽ മാക്സിമം 5 വട്ടം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ മുഖം കഴുത്തും മാത്രമല്ല ഫുൾ ബോഡി സ്ക്രബ് ചെയ്യണം. എന്നാലാണ് നമ്മളുടെ ബോഡി വിൻ്റർ സീസൺ ആണെങ്കിലും ഏതൊരു സീസൺ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിക്കുകയുള്ളൂ.
അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. നിങ്ങളിപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രി സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു സ്ക്രബാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വേണം. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, എന്നും നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല, നമ്മളെ സ്കിന്നൊക്കെ ഡാമേജ് ആയി പോവും. അപ്പോൾ എപ്പോഴും സ്ക്രബ് ചെയ്യണത് രാത്രി ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്രബ് സ്പൂൺ കൊണ്ട് വേണം എടുക്കാൻ. കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് ഒരിക്കലും എടുക്കരുത്, എടുത്തു കഴിഞ്ഞാൽ കേടായി പോവും. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്തതിന് ശേഷം മുഖത്തും പിന്നെ കഴുത്തിലും നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ. കാരണം ഇത് നമുക്ക് നല്ലൊരു ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ കൈ ഒന്ന് നനച്ചതിന് ശേഷം മുഖവും കഴുത്തൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. താഴേന്ന് മേലത്തെ ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ടവലെടുത്തിട്ട് പതുക്കെ നമ്മളുടെ ഫേസൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. കഴുത്തും അതുപോലെ തന്നെ തുടയ്ക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏത് മോയ്സ്ചറൈസറാണോ അതൊന്ന് മുഖത്തും കഴുത്തിലൊക്കെ ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളുടെ പോഴ്സൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്, നല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ അങ്ങോട്ട് അപ്ലൈ ചെയ്യണത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിയോൺ നമ്മളുടെ വൈറ്റമിൻ ഇ വെച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓയിലി സ്കിൻ ആണെങ്കിലും ഏതൊരു സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വൈറ്റമിൻ ഇയുടെ ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. പിന്നെ ഇതിൽ അലോവേര ജെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ലൊരു സ്ക്രബാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ സ്ക്രബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സ്ക്രബ് എത്ര നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അതിൽ അത് കേടാവാതെ ഇരിക്കാനായിട്ടുള്ള പ്രിസർവേറ്റീവ്സും കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വളരെ ചിലവ് കുറഞ്ഞ ഇതുപോലത്തെ സ്ക്രബൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. സത്യം പറഞ്ഞാൽ നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നൊരു സ്ക്രബ് വാങ്ങില്ല കേട്ടോ. അതുപോലെയാണ് അതിൻ്റെ റിസൾട്ട്. മുഖം നല്ല സോഫ്റ്റും സ്മൂത്തും സപ്പിളാവുകയും ചെയ്യും. പിന്നെ സൺ ടാനിൻ്റെ ഒക്കെ പ്രശ്നം, കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ മുഖത്ത്, അതുപോലെ അണീവൻ സ്കിൻ ടോണൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ക്രബാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയാസിലേക്ക് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം. മറക്കാതെ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.